അപ്പോൾ എന്താണ് ഓട്ടോസെൻസ് OS അല്ലെങ്കിൽ ഓട്ടോസെൻസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ പോലെ ഫൊണാക് എന്ന് പറയുന്ന ഹിയറിംഗ് എയ്ഡ് ബ്രാൻഡിൻ്റെ അകത്തൊരു ഫീച്ചറാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്ത് AI യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹിയറിംഗിൻ്റെ അകത്ത് ഒരു ഫീച്ചറാണ് ഓട്ടോസെൻസ് എന്ന് പറയുന്നത്. സോ എന്തിനാണ് നമ്മുടെ ഹിയറിംഗിൻ്റെ അകത്ത് AI യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ ഇമ്പാക്ട്, എന്താണ് AI വരുന്നത് കാരണം എന്ത് ചേഞ്ച് ആണ് നമുക്ക് ലഭിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ കാറിൽ യാത്ര ചെയ്യാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങി കാറിൽ യാത്ര ചെയ്തതിന് ശേഷം ഞാനൊരു സ്റ്റോപ്പിൽ ഇറങ്ങുന്നു. നെക്സ്റ്റ് എനിക്കൊരു ഓഡിറ്റോറിയത്തിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. ഞാൻ ആ ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ആ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ അകത്തോട്ട് പോവുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ കാമുകിയെ കാണാൻ വേണ്ടിയിട്ട് ഒരു പാർക്കിലോട്ട് പോവുകയാണ്. അതിനുശേഷം ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ആഹാരം കഴിക്കുകയാണ്. സോ ഇതെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ലിസണിങ് സിറ്റുവേഷനുകളാണ് അല്ലേ. കാരണം കാറിലിരിക്കുമ്പോൾ എന്നാ പറയുക, നോയ്സ് ഉണ്ട്, പക്ഷേ ആ നോയ്സ് മാറിക്കൊണ്ടേയിരിക്കും, നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കുകയില്ലേ, അപ്പോൾ നോയ്സിൻ്റെ അളവിൽ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞ് നമ്മളൊരു ഒരു ഹോളിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയത്തിലോട്ട് പോകുമ്പോൾ അവിടെ വേറൊരു ലിസണിങ് സിറ്റുവേഷൻ ആണ്. അവിടെ റിവർബറേഷൻ, എക്കോ, ഈ പറയുന്ന ഹോളിൽ എക്കോ കൂടുതലാണ്. അതിനുശേഷം നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിലോട്ട് പോകുന്നു, അവിടെ നോയ്സ് കൂടുതലായിരിക്കും. സോ ഈ ഓരോ ലിസണിങ് സിറ്റുവേഷൻസിലും ആളുകൾക്ക് ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ആക്ച്വലി ഡിഫറെൻറ്റ് ഓരോ പ്രോഗ്രാമിംഗ് ആണ് ആവശ്യമായിട്ട് വേണ്ടി വരുന്നത്. നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് ടൈം ഒരാൾ ഹിയറിംഗ് എയ്ഡ് വരുന്നു, ഹിയറിംഗ് എയ്ഡ് ക്ലിനിക്കിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോകുന്നു, നമ്മുടെ ഒരു ക്ലിനിക്കൽ സിറ്റുവേഷൻസിനനുസരിച്ചിട്ട് നമ്മളൊരു പ്രോഗ്രാമിംഗ് അതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. ആ ഒരു പ്രോഗ്രാമിംഗ് അദ്ദേഹത്തിൻ്റെ എല്ലാ ലിസണിങ് സിറ്റുവേഷൻസിലും കംഫർട്ട് ആകണം എന്നുള്ളതില്ല. അതൊക്കെ ഹിയറിംഗ് എയ്ഡിൻ്റെ ഒരു പോരായ്മകളാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് കുറേ പ്രോഗ്രാമിംഗ് അതിനകത്ത് സെറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ അദ്ദേഹം ഓരോ സിറ്റുവേഷൻസ് മാറും തോറും അദ്ദേഹത്തിന് ആ പ്രോഗ്രാമിംഗ് മാറ്റിക്കൊണ്ടിരിക്കാം. പക്ഷെ ഇതൊന്നും ഈ പറഞ്ഞ പോലെ നമ്മൾ നോർമലായിട്ട് കേൾക്കുന്ന ആ ഒരു ലിസണിങ് കംഫർട്ടും കാര്യങ്ങളൊന്നും കിട്ടാൻ സാധ്യത കുറവാണ്. സോ അവിടെയാണ് ഈ ഓട്ടോസെൻസ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഓട്ടോസെൻസ് നമ്മുടെ എൻവയോൺമെന്റിനെ ഒരു സെക്കൻഡിൽ 700 പ്രാവശ്യം നമ്മുടെ എൻവയോൺമെന്റിലുള്ള സൗണ്ട്സിനെ സ്കാൻ ചെയ്തിട്ട് ഓൾറെഡി നമ്മുടെ ലോകത്തുള്ള ലൈവ് ആയിട്ടുള്ള റെക്കോർഡ്സിനെ സൗണ്ടുകളെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഈ പ്രോസസ്സർ. എന്നിട്ട് ആ ഒരു റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സൗണ്ടുകളുമായിട്ട് ഇപ്പം നമ്മൾ ഏത് സിറ്റുവേഷൻ എൻവയോൺമെന്റിലാണോ എന്നുള്ളത് കമ്പയർ ചെയ്യും. ഈ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സൗണ്ടുകളുമായിട്ട് കമ്പയർ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ കറന്റ് ഏത് സിറ്റുവേഷനിലാണ് എന്നുള്ളത് ഹിയറിംഗ് എയ്ഡ് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്തതിന് ശേഷം ആ ഒരു പ്രോഗ്രാമിംഗ് നമ്മൾ അറിയാണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ആ ഒരു പ്രൊസസ്സർ നമ്മുടെ ഹിയറിംഗ് എയ്ഡിൽ ചേഞ്ച് കൊണ്ടുവരും, പ്രോഗ്രാമിംഗിൽ ചേഞ്ച് കൊണ്ടുവരും. സോ നമ്മൾ കാറിൽ കയറുമ്പോൾ ഒരു പ്രോഗ്രാമിംഗ്, അവിടുത്തെ അക്കോസ്റ്റിക് സെറ്റിംഗ്സ് അനുസരിച്ചുള്ള ഒരു പ്രോഗ്രാമിംഗ്, നമ്മൾ അത് കഴിഞ്ഞ് ഇറങ്ങി നമ്മളൊരു ഹോളിലോട്ട് പോകുമ്പോൾ അവിടുത്തെ റിവർബറേഷൻ ഒക്കെ എക്കോയൊക്കെ കുറയ്ക്കാൻ വേണ്ടി വേറൊരു പ്രോഗ്രാമിംഗ്. അതുപോലെ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ നോയ്സ് സിറ്റുവേഷൻസിനെയൊക്കെ കുറച്ച് ആ ഒരു ആളുകൾ പറയുന്ന ആ ഒരു ഡയറക്ഷണാലിറ്റി മൈക്കിന് അത്രയും ക്ലിയർ ആയിട്ട് പിക്ക് ചെയ്യാൻ വേണ്ടി വേറൊരു പ്രോഗ്രാമിംഗ്. സോ ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന ഹിയറിംഗ് എയ്ഡ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സിറ്റുവേഷൻസിനെ, നമ്മുടെ എൻവയോൺമെന്റ്സിനെ സ്കാൻ ചെയ്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഏത് സിറ്റുവേഷൻസിലാണെന്നുള്ളത് ഡിറ്റക്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ആ ഒരു പ്രോഗ്രാമിംഗ് ഹിയറിംഗ് എയ്ഡ് തന്നെ മാറ്റിക്കൊണ്ടേയിരിക്കും. സോ അതാണ് ഓട്ടോസെൻസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ. ബട്ട് മനസ്സിൽ വെച്ചിരിക്കുക, ഇതെല്ലാം ഞാൻ പറഞ്ഞു ഫൊണാക് എന്ന് പറയുന്ന ബ്രാൻഡിന്റെയാണ്. സോ ഏറ്റവും പ്രീമിയം ഹിയറിംഗ് എയ്ഡ്സിലാണ് ഈ പറയുന്ന എല്ലാ പ്രോഗ്രാമിംഗ് 9 പ്രോഗ്രാംസ് ഉണ്ട്. എല്ലാ പ്രോഗ്രാംസും നമുക്ക് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് ഓരോ ടെക്നോളജി താരും തോറും അല്ലെങ്കിൽ ഹിയറിംഗിന്റെ പ്രൈസ് കുറയും തോറും ഓരോരോ പ്രോഗ്രാമിംഗ് ചിലപ്പോൾ കാണത്തില്ല, ചിലപ്പോഴല്ല, ഓരോരോ പ്രോഗ്രാമിംഗ് മിസ് ആയിക്കൊണ്ടേയിരിക്കും. മനസ്സിലായി? അപ്പോൾ ഏറ്റവും പ്രീമിയം ഡിവൈസ് ഒക്കെ എടുക്കുന്ന ആൾക്ക് അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരുപാട് പ്രോഗ്രാംസ് കാണും. സോ ഓട്ടോമാറ്റിക്കലി ഹിയറിംഗ് എയ്ഡ് ഓൾമോസ്റ്റ് ഈ എല്ലാ പ്രോഗ്രാംസിനെയും എല്ലാ സിറ്റുവേഷൻസിനെയും ഡിറ്റക്ട് ചെയ്ത് പ്രോഗ്രാംസ് ഓട്ടോമാറ്റിക്കലി മാറ്റിക്കൊണ്ടേയിരിക്കും. ഫൊണാക് ബ്രാൻഡിന്റെ ഹിയറിംഗ് എയ്ഡ് മേടിക്കാൻ പോവുകയാണ്, ഇങ്ങനെ ഒരു ഫീച്ചർ വേണം ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഫീച്ചർ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഡിയോളജിസ്റ്റുമായിട്ട് സംസാരിക്കുക. ഫൊണാക്കിൻ്റെ ഞാൻ പറഞ്ഞ പോലെ എല്ലാ മോഡൽസിലും ഈ ഒരു ഫീച്ചേഴ്സ് അവൈലബിൾ അല്ല. ഫൊണാക്കിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന ഓഡിയോ ലുമിറ്റി എന്നീ പറയുന്ന മോഡലുകളിലാണ് ഓട്ടോസെൻസ് എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് എടുത്ത് ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ സംതിങ് മെസ്സേജ് ഇടുക. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, സോ യെസ്.